ഹാപ്പി ന്യൂ ഇയർ. ഹലോ നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ന്യൂ ഇയർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ന്യൂ ഇയർ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവരും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ന്യൂ ഇയറായിട്ട് എല്ലാവരും പടക്കം പൊട്ടിക്കുന്ന ധൃതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഈ പടക്കം എന്ന് പറയുന്നത്. അയ്യോ ബിരി പോയിടി ബിരി. അടുത്ത നെക്സ്റ്റ് ടൈം പാവം പിന്നെ വലിയ കാര്യത്തിന് ലൈറ്റ് കിട്ടുമ്പോഴത്തേക്കും ഒരു ഓടി വന്നായിരുന്നു എൻ്റെ താഴെ നിൽക്കാനായിട്ട്. പക്ഷേ അവൾ വന്നപ്പോഴത്തേക്കും അത് കത്തി തീർന്നു പോയി. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എണ്ണം കത്തിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവൾ ഓടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനായിട്ട്. അതെന്തായാലും ഒത്തിരി ഹാപ്പി ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കുകയാണ്. അങ്ങനല്ല, ഇതാണ് വണ്ടി അറിയില്ല. അത്രേ ഉള്ളത്. ഇല്ല അത് സോഫ്റ്റ് ആണ് സംഭവം. രാവിലെ ഫ്രൈ കഴിക്കാം. കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ ഒരു ന്യൂ ഇയറിനാണ് നമ്മളെ ശ്രീയുടെ കൈയൊക്കെ പൊള്ളി കിടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര കെയർ എടുത്താണ് ഈ പ്രാവശ്യം. കാരണം ഒരു പ്രാവശ്യം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷനായിരുന്നു, ദൈവമേ പൊള്ളുവോ. പക്ഷേ ഇവരാണെങ്കിൽ ഒന്നും കെയർ ചെയ്യാതെ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നമുക്ക് കാണുമ്പം പേടിയാവും. അപ്പോൾ അമ്മയും മമ്മിയും മനു എല്ലാവരും പൂത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൂത്തിരി എല്ലാവരും കൂടെ കത്തിക്കാൻ പോവാണ്. ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കൂടെ ആ ഇമ്പത്തിൽ കൂടിച്ചേരുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ എല്ലാവരും ഹാപ്പിയായി. മീനുവിന് മാത്രം ഈ പ്രാവശ്യം വെക്കേഷൻ വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അവൾക്കതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവൾ ജോലിക്ക് കയറിയിട്ട് അധികം ആയില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് വെക്കേഷൻ വരാൻ പറ്റിയില്ല. അപ്പോൾ അപ്പൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പനാണെങ്കിൽ ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അടുത്തത് അമ്മയാട്ടോ. അമ്മയും എല്ലാവരും ഒരു കലക്കി. അമ്മയ്ക്കൊക്കെ ആദ്യം ഇച്ചിരി പേടിയായിരുന്നു ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇറങ്ങി. പിന്നെ നമ്മുടെ പെണ്ണമ്മ ചേച്ചി ഉണ്ടായിരുന്നു, നമ്മുടെ അമ്മച്ചീനെ നോക്കാൻ വേണ്ടിയുള്ള ചേച്ചി കേട്ടോ, ആ പെണ്ണമ്മ ചേച്ചി. ആ ചേച്ചിയും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ സോണിയാണ് പിള്ളേരുടെ അടുത്തായിരുന്നു. അപ്പോൾ അവളെയും കൂടെ നമുക്ക് വിളിച്ചിട്ട് ഒരുമിച്ച് നമുക്ക് പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കാം. എന്നിട്ട് വേണം നമുക്ക് പള്ളിയിലൊക്കെ പോകാനായിട്ട്. അപ്പം തന്നെ കുറേ പരിപാടീസ് ഉണ്ട്. അപ്പം ഇതാണ് മനു, എൻ്റെ ആങ്ങളെ കേട്ടോ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മളുള്ള ഷുട്ടുമ്മ അങ്ങനെ നമ്മളുടെ ഷുട്ടുമ്മയുടെ രണ്ടാമത്തെ ന്യൂ ഇയർ ആണ് കേട്ടോ നാട്ടിൽ. കഴിഞ്ഞ വർഷവും ഷുട്ടുമ്മ ന്യൂ ഇയറിന് വന്നായിരുന്നു. പക്ഷേ അവൾക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ അത്ര കുഞ്ഞിതായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയും മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായാലും ഷുട്ടുമ്മ ഒത്തിരി എൻജോയ് ചെയ്തു. കാരണം അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. സാധാരണ പിള്ളേർക്കൊക്കെ ഈ പടക്കം പൊട്ടുമ്പോഴും ലൈറ്റൊക്കെ കാണുമ്പോഴും ഒക്കെ പേടിയാണ്. പക്ഷേ ഷുട്ടുവിന് അത്രയ്ക്കും പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഇതാ അപ്പനും പിന്നെ അമ്മായിയപ്പനും മരുമോനും കൂടെ അതവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സോണിയ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വന്നപ്പോൾ അവക്കും കൂടെ ഇത് കത്തിക്കാൻ കൊടുക്കുകയാണ്. അപ്പം മനു ഉണ്ട്, സോണിയ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞാപ്പിയുടെയൊക്കെ മാമോദിസയാണ് അടുത്ത ആഴ്ച. അതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം
അതെല്ലാം മറന്നിട്ട് നമ്മളിപ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മൾ കുറച്ച് ദിവസമേ ആയുള്ളൂ അവിടെ നിന്ന് വന്നിട്ട്. അപ്പം തന്നെ നമ്മൾ അവിടെ നിന്നേ പ്ലാൻ ചെയ്തായിരുന്നു എല്ലാവരും കൂടെ കൂടണം എന്നൊക്കെ. അങ്ങനെ നമ്മളുടെ ഫുഡ് റെഡി ആയിരിക്കുകയാണ് മക്കളെ. ഈ ഫുഡ് റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി താറാവ് കറി നമ്മുടെ അപ്പം വെച്ചതാണ്. അപ്പം നല്ലൊരു അടിപൊളി കുക്കാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അപ്പനുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അത് വേറെ ഒന്ന് തന്നെയാണ്. അത് ആരെയും അവിടെ നിന്ന് മാറി നിൽക്കും. പൊറോട്ട മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു, ബാക്കിയെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കിയാണ്. സാധാരണ നമ്മൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കാറ്. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കഴിച്ചു, എന്നാലും കുഴപ്പമില്ല. കപ്പയും മീൻകറിയും കൊണ്ടുവന്നേക്ക്. ഡയറ്റിംഗ് ആണോടാ? യോഗ ക്ലാസ്സിന് കയറാൻ തുടങ്ങി. പ്രിയ ചേച്ചിയുടെ യോഗ ക്ലാസ്. ബിനി നീ വരുമ്പോൾ ഞെട്ടും. നിന്റെ എണീറ്റ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഞാനും പോയി ഒന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. മീനും അവിടെ നോക്കിയിരിക്കട്ടെ. നൂറായിട്ട് പൊറോട്ടയും താറാവ് കറിയും അടിച്ചു കയറ്റുന്ന ബിനി. എന്തൊക്കെ പറഞ്ഞാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൻ്റെ താറാവ് കറി അത് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം ഇവർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. പറയൂ, കൊള്ളാമെങ്കിലും കൊള്ളതെങ്കിലും സൂപ്പർ എന്ന് പറയൂ. ജഗപ്പൊക്ക എല്ലാവരും കഴിക്കുങ്ങള്. അങ്ങനെ ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗുമായിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.